ശ്രീ ടി.എസ്. ഉല്ലാസ് ബാബു, കേരളത്തെ വല്ലാതെ ലഹരി കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം യുവത്വത്തെ സിനിമകൾ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത്. ഇപ്പോഴത്തെ ഒട്ടുമിക്ക സിനിമകളിലും ലഹരി ഉപയോഗം അത് അനിയന്ത്രിതമായി തന്നെ ചിത്രീകരിക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അത് പണ്ടൊക്കെ വില്ലന്മാരാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ നായകനും അത് ഉപയോഗിക്കുന്ന ഒരു രീതി തിരക്കഥയിലേക്ക് വളരെ ബോധപൂർവം കൊണ്ടുചെന്നെത്തിക്കുന്ന ഒരു പ്രവണത നമ്മൾ കാണുന്നുണ്ട്. ഇത്തരത്തിൽ ഈ സിനിമകളുടെ തിരക്കഥയിലും അല്ലെങ്കിൽ നായക പരിവേഷം നടത്തുന്ന ആളൊക്കെ ഇങ്ങനെ ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ വലിയ ഹീറോയിസമാണ് എന്നുള്ളത് യുവതയിലേക്ക് മെല്ലെ മെല്ലെ അടിച്ചേൽപ്പിക്കുന്ന ഒരു മാഫിയ സംഘം വളരെ ബോധപൂർവം തന്നെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണോ നമുക്ക് മനസ്സിലാക്കേണ്ടത്? അല്ല രോഹിണി, ഇതിന് നമ്മളൊരു കാര്യം ചെയ്യേണ്ടത്, ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇതൊരു മേഖല മാത്രം കൈയടക്കിയ വിഷയമല്ലല്ലോ. കേരളത്തിൽ ഇന്ന് അനുഭവിച്ചു വരുന്ന അല്ലെങ്കിൽ ഇന്ന് പ്രയാസമുണ്ടാക്കുന്ന ഏറ്റവും വലിയ വിഷയമാണ് ലഹരിയുടെ ഉപയോഗം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ അതിന് 3 തലങ്ങളിൽ ചർച്ച ചെയ്യണം. എന്താണ് ഒന്ന്, ഇതിൻ്റെ ഈ വിഷയം സാംസ്കാരിക മേഖലകളെ തകർക്കുന്ന രീതിയിലേക്ക് ഇതിൻ്റെ കടന്നുകയറ്റം, സാമൂഹിക മേഖലയിൽ ഇത് തകർക്കുന്ന രീതിയിലേക്കുള്ള കടന്നുകയറ്റം, രാഷ്ട്രീയ രംഗത്ത് ഇതിൻ്റെ സംരക്ഷകരായി മാറുന്ന ഒരു വിഭാഗം ഭരണകർത്താക്കളുടെ കരുതലിനോടുകൂടി ഇവർ ഈ പ്രവൃത്തി നടത്തുന്ന ശൈലി, ഇത് 3 ചർച്ച ചെയ്യണമല്ലോ. മലയാള സിനിമാ രംഗത്ത് മാത്രമായി ഇന്ന് കണ്ടുവരുന്ന പ്രത്യേകത എന്താണ്? മലയാള സിനിമാ രംഗത്ത് കാരവൻ സംസ്കാരം വരുന്നു. പണ്ട് തെങ്ങിൻ്റെ അടിയിൽ കസാരയിട്ട് അല്ലെങ്കിൽ മരങ്ങൾക്കടിയിൽ കസാരയിട്ട് ഒരു കുടയും വെച്ചിരുന്നിരുന്ന ഒരു സിനിമാ സെറ്റുകൾ ഒരു കാലഘട്ടത്തുണ്ടായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ നിന്ന് അടച്ചിട്ട കാരവൻ സംസ്കാരത്തിലേക്ക് വരുന്ന സമയത്ത് ആ സംസ്കാരം എന്താണ് അവിടെ ഉപയോഗിക്കുന്നത് എന്ന് ആരും എത്തി നോക്കുന്നില്ല. അല്ലെങ്കിൽ എത്തി നോക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ അവിടെ നടക്കുന്നത് ഈ ലഹരി പരിപാടിയാണ് എന്ന ബോധ്യം പുറത്തുള്ള ഈ സെറ്റിനകത്തുള്ള നിരവധി പേർക്കുണ്ടായിരിക്കെ, അതിൻ്റെ പ്രൊഡ്യൂസർക്കുണ്ടായിരിക്കെ, അതിൻ്റെ സംവിധായകന വിഷയം അറിഞ്ഞിരിക്കെ അവർ കണ്ണടയ്ക്കുന്നത് ആ നായകനോ അല്ലെങ്കിൽ ആ നടനോ അല്ലെങ്കിൽ അതിൻ്റെ പുറകിലുള്ള പിന്നണി പ്രവർത്തകരോടോ മാത്രമല്ല, ഒരു സമൂഹത്തെ നശിപ്പിക്കുന്ന പ്രവൃത്തിയിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു ശൈലിയോടാണ് ആ വ്യക്തികൾ, അതറിയുന്ന വ്യക്തികൾ കണ്ണടയ്ക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. സിനിമയുടെ സർഗാത്മകതയും നൈതികതയും സാംസ്കാരിക ശൈലിയും ഒക്കെ നഷ്ടപ്പെട്ടിട്ട് കുറേ കാലമായി. പക്ഷെ അതിനെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് അത് രാഷ്ട്രീയ പാർട്ടികൾ ഇടപെട്ടാൽ അത് വർഗീയതയായി, അത് അജണ്ടയായി, അത് ഹിന്ദുവൽക്കരണമായി, അങ്ങനെ പലതും പറഞ്ഞ് അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമം അവിടെ നടക്കും. പക്ഷെ സത്യത്തിൽ എന്താണ് നടക്കുന്നത്? ഇവിടെ സിനിമയുടെ സ്വഭാവം തന്നെ മാറ്റിമറിച്ചുകൊണ്ട് വയലൻസ് എന്ന് പറയപ്പെടുന്ന സ്വഭാവത്തിലേക്ക് സിനിമാ സംസ്കാരത്തെ കൊണ്ടെത്തിച്ചതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ശക്തികളുടെ പിന്നിലുള്ള വിഘടന ശക്തികൾ അല്ലെങ്കിൽ വിഘടന സ്വഭാവമുള്ള ആളുകൾ ആരൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി അന്വേഷിക്കണം. ഇതൊക്കെ വളർന്നു വരുന്ന യുവതലമുറയുടെ തലച്ചോറിനെ കൃത്യമായി നശിപ്പിച്ചുകൊണ്ട് ഭാവിയുടെ ലോകത്തേക്ക് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഒരു സംസ്ഥാനങ്ങളിൽ നിന്നും ചെറുപ്പക്കാർ വരേണ്ടതില്ല എന്ന് പറയപ്പെടുന്ന കൃത്യമായിട്ടുള്ള തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ ഭാഗം തന്നെയാണിത്. ആ തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന നിരവധി ആളുകൾ സിനിമാ മേഖലകളിൽ ചുവടുറപ്പിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ അത് ശരിയല്ല എന്ന് പറയപ്പെടുന്ന ഇവരുടെ സംഘടനകളൊക്കെ തിരിച്ചു വരുന്നുണ്ട്. ഇവരുടെ സംഘടനകൾക്ക് ഇത് അറിയാത്തതാണോ? ഇവരാരോടാണ് ഈ തമാശ പറയുന്നത്? ഇവർ പ്രൊഡ്യൂസേഴ്സ് ഇത് അറിയാത്തതാ? ഈ സംവിധായകർ അത് അറിയാത്തതാ? ഇവർക്ക് എന്താണ് ആവശ്യം? ഇവർക്ക് വയലൻസ് ഉണ്ടാക്കണം, വിവാദം ഉണ്ടാക്കണം, അതിൻ്റെ പുറകിൽ കുറെ ഫാൻ ഫോളോവേഴ്സ് ഉണ്ടാക്കണം, അതിനകത്ത് കലാപം ഉണ്ടാക്കണം, അതിലൂടെ പണം നേടണം. നമ്മൾ കുറച്ചു കാലം മുന്നേ ചർച്ച ചെയ്തതാണല്ലോ, ഒരു മഹാസംഭവമായി കൊണ്ടുവന്ന ഒന്നുമല്ലാത്ത ഒരു ഓലപ്പാമ്പ് സിനിമയെക്കുറിച്ച് നമ്മൾ ഇവിടെ ചർച്ച ചെയ്ത എന്തായിരുന്നു ആ പുറകിലുണ്ടായിരുന്ന ഉദ്ദേശം? ആ ഉദ്ദേശം തന്നെ അതിനകത്ത് അനാവശ്യമായിട്ടുള്ള സമൂഹത്തിൽ വിഘടന സ്വഭാവം ഉണ്ടാക്കുന്ന ഒരു ചരിത്ര യാഥാർത്ഥ്യത്തെ തിരിച്ചുകൊണ്ട് അത് സമൂഹത്തിലേക്ക് അതിനെ തെറ്റായ രീതിയിൽ അവതരിപ്പിച്ചു. എന്തായിരുന്നു അവതരിപ്പിക്കുന്ന സമയത്ത് ആ പ്രൊഡ്യൂസറുടെയും ആ സ്ക്രിപ്റ്റ് റൈറ്ററുടെയും ആ സംവിധായകൻ്റെയും പുറകിലുള്ള ഉദ്ദേശം? ആ ഉദ്ദേശം കൃത്യമായി അവർ നടപ്പിലാക്കി രോഹിണി. ഇവിടെ ചർച്ച ഉണ്ടാകണം, അതിൽ തർക്കമുണ്ടാകണം, അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വൈരാഗ്യം ഉണ്ടാകണം, അതിനകത്ത് വലിയ വിവാദം ഉണ്ടാകണം. കാരണം 2 ദിവസം പോലും അതിന് ലൈഫ് ഉണ്ടായിരുന്നില്ല ആ സിനിമയ്ക്ക്. പകരം ഈ ചർച്ചയും വിഷയങ്ങളും ഉണ്ടായി 2 ആഴ്ച അവർ അതിനെ ഉന്തിത്തള്ളിക്കൊണ്ടുപോയി കാശ് മേടിച്ചു, പോക്കറ്റിലേക്കാക്കി. എന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞ സമയത്ത് ഇപ്പം അത് പോയില്ലേ?
അത് ICUയിൽ കിടക്കുന്ന ഒരു സിനിമയാണെന്നും വെന്റിലേറ്ററിലേക്ക് എടുത്തിട്ടാണ് അതിന്റെ വിവാദത്തിന്റെ പുറകിലെന്നും നമ്മൾ നിരവധി തവണ പറഞ്ഞപ്പോൾ എല്ലാവരും കളിയാക്കി. പല മാധ്യമ പ്രവർത്തകരും എന്നോട് തന്നെ പറഞ്ഞത് 200 കോടി എന്നാണ് പറഞ്ഞത്. ഇപ്പൊ എന്താ ഈ ശവപ്പെട്ടിയിലാക്കി പോയില്ലേ സാധനം? അപ്പൊ ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിന്റെ പുറകിലൊക്കെ കൃത്യമായ പ്ലാനിംഗ് ഉണ്ട്. ലഹരി ആയിക്കോട്ടെ, വയലൻസ് ആയിക്കോട്ടെ, ഇതിലൊക്കെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് ഈ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ശക്തികൾ? ആരാണ് ഈ പുറകിൽ പ്രവർത്തിക്കുന്ന ശക്തികൾക്ക് സംരക്ഷണം കൊടുക്കുന്ന രാഷ്ട്രീയ ബന്ധമുള്ള ആളുകൾ? ആരാണ് രാഷ്ട്രീയ സംരക്ഷണം ഇവർക്ക് കൊടുക്കുന്നത്? എന്താണ് എക്സൈസിനും പോലീസിനും ഇവിടുത്തെ ആൻറ്റി നാർക്കോട്ടിക് ടീമിനൊന്നും അതിലിടപെട്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള നടപടിയെടുക്കാൻ സാധിക്കാത്തത്? ഒരു കടലാസിന് എഴുതി കാണിച്ചാൽ മതിയോ ലഹരി ഉപയോഗം ആരോഗ്യത്തിന് ഹാനികരം എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ തിയേറ്ററിൽ ചെല്ലുന്ന സമയത്ത് ഹുഡ്ക നൈനി ഗീനി എന്നൊക്കെ പറഞ്ഞിട്ട് 4 പടവും ഒരു ഫോട്ടോ ഇട്ടിട്ടുള്ള ഒരു പരസ്യമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ പൊതുസമൂഹം ഇന്ന് വളർന്നു വരുന്ന യുവതലമുറ അതിൽ നിന്ന് പുറകോട്ട് മാറിപ്പോകുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? അപ്പോൾ അവിടെ വേണ്ടത് ആക്ഷനാണ്. ആ ആക്ഷൻ എടുക്കേണ്ടത് ആരാണ്? സർക്കാരാണ്. ആ സർക്കാരിൻ്റെ ഏത് വിഭാഗമാണ് ആക്ഷൻ എടുക്കേണ്ടത്? ആഭ്യന്തര വകുപ്പാണ്. ആഭ്യന്തര വകുപ്പ് കേരളത്തിൽ ഇല്ലാതായിട്ട് ഏകദേശം 9.5 വർഷമായില്ല, 9.25 വർഷത്തോളമായി കേരളത്തിൽ ആഭ്യന്തര വകുപ്പില്ല. ഇവിടെ കൊലപാതകങ്ങളും തമ്മിത്തല്ലുകളും സ്ത്രീകൾക്ക് നേരെയും കുട്ടികൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും തല്ലിക്കൊല്ലലുകളും ബോംബെറിഞ്ഞു കൊല്ലലുകളും വണ്ടിടിച്ചു കൊല്ലലുകളും വെട്ടിക്കൊലപാതകങ്ങളും ഒക്കെ നടക്കല്ലേ. ലഹരി കഴിച്ച് ഇങ്ങനെ വീടുകൾ കയറി ഒരുത്തൻ 6ഉം 5ഉം ആളുകളെ കൊല്ലുന്നു, മറ്റൊരുത്തൻ ഒരു വീട്ടിലെ 3 പേരെ കൊല്ലുന്നു. ഇതൊന്നും ഒരു പ്രയാസമല്ലാത്ത രീതിയിൽ UPയുടെ കണക്കെത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് പെർസെൻറ്റേജ് കണക്കെടുക്കുന്ന ഇവിടുത്തെ ചില ഭരണകർത്തൃ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളല്ലേ നമ്മൾ പല ചർച്ചകളിലും കാണുന്നത്. അവിടെയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഈ നാടിനകത്തെ ലോ ആൻഡ് ഓർഡർ എന്ന് പറയപ്പെടുന്നത് തകർന്നിരിക്കുന്നു. ഈ നാടിൻ്റെ അകത്തെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയുടെ പരാജയത്തിന്റെ ഭാഗമായിട്ട് വളർന്നു വരുന്ന യുവതലമുറ പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. അവരെ വഴിതെറ്റിക്കുന്നു. സ്കൂളുകളിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം. നിങ്ങൾ സിനിമ മാത്രമല്ല, സ്കൂളുകളിൽ നിന്ന് തുടങ്ങുന്നുണ്ട് ഈ അഭ്യാസം. കാരിയേഴ്സായിട്ട് വരുന്ന ചെറിയ കുട്ടികളെ ഉപയോഗിക്കുന്ന പ്രവൃത്തി നടക്കുന്നു. അവിടെ ആൺപെൺ വ്യത്യാസമില്ലാതെ ഇത് ഉപയോഗിച്ചുകൊണ്ട് അതിനിവര് ചോദ്യം ചെയ്യുന്ന സമയത്ത് ജെൻഡർ ഇക്വാളിറ്റി എവിടെ? ലഹരി ഉപയോഗിക്കുന്നതില ജെൻഡർ ഇക്വാളിറ്റി ചർച്ച ചെയ്യേണ്ടത്? ലഹരി ഉപയോഗിക്കുന്നതില സ്വാതന്ത്ര്യം ചർച്ച ചെയ്യേണ്ടത്? ലഹരി ഉപയോഗിക്കുന്നതിലാണോ ഇവരുടെ സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ ഞങ്ങൾക്കുമുണ്ട് അവകാശം എന്നൊക്കെ പറയപ്പെടേണ്ടത്? അതിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് രാഷ്ട്രീയ സദാചാരമായിട്ട് ഇതിനെ ചിത്രീകരിച്ചുകൊണ്ട്, ഇതിനെ വക്രീകരിച്ചുകൊണ്ട് ഇതിനെ പ്രതികരിക്കുന്ന ആളുകളെ പ്രതിരോധിക്കുന്ന ഒരു ശൈലിയിലേക്ക് എന്താണ് പോകുന്നത്? സിനിമയിലെ നായക നടന്മാർ, ഈ ഷൈൻ ടോം ചാക്കോ, അവൻ 10 കൊല്ലം മുൻപ് അഭ്യാസികയാണെന്ന് നമുക്കറിയാം. അയാളെ സംരക്ഷിച്ചതാരാ? കൃത്യമായി അന്വേഷിക്കണം. അയാളെ സംരക്ഷിച്ചതും മലയാള സിനിമയിൽ ആരാണെന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ ഒരുപക്ഷെ കേരളക്കര ഞെട്ടുമെന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. ആ സംരക്ഷിക്കാൻ ഉണ്ടായ കാരണം അന്വേഷിച്ചാൽ അപ്പൊ 10 വർഷം മുൻപുള്ള ഷൈൻ ടോം ചാക്കോന്റെ കേസിലേക്ക് വീട്ടിൽ പോകേണ്ടി വരും. ഒരു ഷൈൻ ടോം ചാക്കോ അല്ല രോഹിണി, അതിന്റെ പുറകിൽ നിരവധി ആളുകളുണ്ട്. ഇവിടുത്തെ മുഖ്യധാരയിൽ നിൽക്കുന്ന ആളുകളൊക്കെ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിൽ സ്കൂളുകളിൽ പോയി പ്രസംഗിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കണം, അതിലേക്കൊക്കെ തിരിച്ച് നമ്മൾ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ പലതരം വിവാദങ്ങളിലേക്ക് നമ്മൾ പോക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ പലരും അറിഞ്ഞുകൊണ്ടും അറിയാത്ത പോലെ നടിച്ചു നടക്കും. ഇതിന്റെ പുറകിൽ ഇതിന്റെ സംവിധായകന്മാർക്ക് ഉത്തരവാദിത്തം ഉണ്ടെന്നേ. ഇതിന്റെ കാശ് ചെലവാക്കുന്ന പ്രൊഡ്യൂസർമാർ ഇതിന് പറഞ്ഞ ന്യായം എന്താ? ഞങ്ങളുടെ പകുതി കാശ് ഇറങ്ങിപ്പോയില്ലേ, അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും? എല്ലാം സഹിക്കുക തന്നെ. അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് അവന്റെ കാശും പോയി, പടവും പൊട്ടി, അതിന്റെ 16 അടിയന്തരം കഴിയുന്ന സമയത്ത് 2 കോടി രൂപ ചോദിച്ചു, പുലർച്ചെ 3 മണിക്ക് എന്നെ വിളിച്ച് മയക്കുമരുന്ന് ചോദിച്ചു എന്ന് പറയുമ്പോ ആണത്തുള്ളവനാണ് ഈ പോയി 2 എണ്ണം കൊടുത്ത. എവിടെയാണ് നിനക്ക് മയക്കുമരുന്ന്? ആരാണ് തരേണ്ടത്? നിനക്ക് കോടിക്കണക്കിന് ഉറുപ്പ്യ തന്ന് കാൾ ഷീറ്റ് എഴുതി നീ കൃത്യമായിട്ട് കരാർ എഴുതിയിട്ട് എന്റെ സിനിമയിൽ അഭിനയിക്കാമെന്ന് പറഞ്ഞിട്ട് നീ പുലർച്ചെ വന്നിട്ട് വേഷം കെട്ട് കാണിച്ച് കാലത്ത് 10 മണിക്ക് നീ അഭിനയിക്കാൻ വരികയാണെങ്കിൽ ആരോട് ചോദിച്ചിട്ടാണ് നിന്റെ ഈ അഭ്യാസം എന്ന് ചോദിച്ചാൽ അവനെ പിടിച്ചെടുത്ത് നാളെ കൊടുക്കാനുള്ള പ്രാപ്തി ഇവർക്കില്ല. ഒരു സർക്കാരും അതിന് സംരക്ഷണം കൊടുക്കാൻ പാടില്ല. പക്ഷെ ഇവിടുത്തെ സർക്കാർ എവിടെയല്ല ചെയ്യുക. ഇവിടുത്തെ സർക്കാർ അങ്ങനെ ഒരു പ്രവൃത്തി ഒരു പ്രൊഡ്യൂസർ നടത്തിയാൽ ആ പ്രൊഡ്യൂസർക്ക് നേരെ കേസെടുക്കും. സ്വാഭാവികമായിട്ട് ഇവൻ ചെയ്ത പ്രവൃത്തി എന്ന് പറയപ്പെടുന്ന വലിയ പ്രവൃത്തിയാണ്. അവിടെയാണ് നമ്മുടെ പ്രയാസം. അത് തന്നെയാണ് വിഷയം. ഈ താരങ്ങളെ കാണുമ്പോൾ മുട്ടിടിക്കുന്നത് ആർക്ക് എന്നുള്ളത് തന്നെയാണ്.